ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ക്വാളിറ്റി ബാഗ് ആയിരുന്നു ഈ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത്. അപ്പൊ ഈ വർഷം ഞങ്ങൾ ഇത്രയും സാധനമാണ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. 2 ദിവസം എടുത്തു ഞങ്ങൾ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് കഴിയാൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഫുൾ ബാഗ് ആണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ബാഗ്. നല്ല അടിപൊളിയാണ്. എല്ലാ പ്രാവശ്യത്തിലും വെറൈറ്റി ആയിട്ട് നമ്മൾ കൊറിയൻ ബാഗ് ആണ് ഗൈസ് ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ വില വരുന്നത് 1050 ആണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും കൊറിയൻ ബാഗ് ആണ് വാങ്ങിച്ചത്. എന്റെ ബാഗിന് 1050 റുപ്പീസ് ആണ്. ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഇത് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് അടുത്തപ്പോഴത്തേക്കും ഡിസ്പ്ലേ ഇട്ടിരിക്കും, അത് തന്നെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയി. അപ്പൊ ഞാൻ ഒരു നോർമൽ ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 1200 ആയിരുന്നു റുപ്പീസ്. ഇതിന്റെ ഒരു പർപ്പിൾ തീം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ അകമൊക്കെ ഇത് കണ്ടോ ഗൈസ്, അകത്തെ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഡ്രോ ഉണ്ട്. അതെ, നല്ല സ്പേസ് ഉണ്ട്. ഈ ബാഗിന്റെ അകത്തായിട്ട് ഡ്രോ ഒക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് സംഭവം നമ്മുടെ ലഞ്ച് ബാഗ് ആണ്. എല്ലാവരും കളർ ഡിഫറൻസേ ഉള്ളൂ, എല്ലാവരും സെയിം ആണ്. ഇവിടെ ഒരു ഉറയുണ്ട്. ഇതിനകത്ത് നമുക്ക് മുട്ടായി ഒക്കെ ഇടാൻ, ചോറ് കഴിച്ചിട്ട് മുട്ടായി കിട്ടാൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയേ. ഞാൻ ലഞ്ച് ബാഗ് കുറച്ച് മുട്ടായി ഒക്കെ ഇട്ട് വെച്ചായിരുന്നു. ലാസ്റ്റ് സ്കൂളൊക്കെ അടച്ച് കളയാൻ നേരം നോക്കിയപ്പോ ഇരുന്ന് മുട്ടായി കിടക്കുന്നത് മെൽറ്റായി ഫുൾ ഉറുമ്പൊക്കെ ആയിട്ട്. ഈ പ്രാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അല്ലാത്തത് കാരണം നമ്മുടെ എണ്ണയൊക്കെ പ്രശ്നമില്ല. അടുത്തത് ഗൈസ് നമ്മുടെ സ്വന്തം പൗച്ചാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പർപ്പിൾ, പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പർപ്പിൾ ഇട്ട എല്ലാം പർപ്പിളാണ്. ഫേവറേറ്റ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ മുഴുവൻ പർപ്പിളാണ് വാങ്ങിക്കാൻ നോക്കിയിട്ടുള്ളത്. പൗച്ച് കാണിക്കാം. ഞാൻ ഇതിന് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഞാൻ എന്റെ ബാഗുമായിട്ട് മാച്ചാകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു വെറൈറ്റി പൗച്ച്, ഞാൻ ഇവിടെ വന്ന ഫ്രണ്ട്സ് ഇരിക്കുന്നതാണ് തല തിരിഞ്ഞിരിക്കുന്ന പൗച്ചാണ്. ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ട്, അതല്ല ഗൈസ് വെറൈറ്റി. ഇവിടെ ഇങ്ങനെ പിടിക്കാം, പക്ഷെ തുറക്കുന്നത് നേരെ തിരിച്ചായിട്ടാണ്. തുറക്കുമ്പോ ഫുൾ താഴോട്ട് നമുക്കിങ്ങനെ ഇവിടെ കണ്ടോണ്ടൊന്നുമല്ല, അതിന്റെ ഫ്രണ്ടിൽ ഏതാണ്ട് ഏതോ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, കണ്ടിട്ട് അതിനകത്താ മതി. അപ്പം ഗൈസ് എനിക്ക് ഇതാണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചു. ഇവർക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഏതാ അപ്പൊ ഇതാണ്ട് ഇങ്ങനെ അതെല്ലാം താഴോട്ട് വീഴും. നെക്സ്റ്റ് സംഭവം കാണാം. നല്ല ക്വാളിറ്റി ആയിരിക്കും. നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽസ് ആണ്. ഒരു മെഷർമെന്റ് കുപ്പി, മൈ ഫേവറേറ്റ്. ഇതിനകത്ത് സ്ട്രോ ഒക്കെ ഇടേ, 9ാം ക്ലാസ്സിൽ സ്ട്രോ. ആൻഡ് നെക്സ്റ്റ് ഒരു സ്റ്റീലിനാണ്. ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചാൽ പറ്റത്തില്ലല്ലോ, ഉരുകി പോകും. അത് കാരണം ഒരു സ്റ്റീൽ ബോട്ടിലൂടെ ഞാൻ മേടിച്ചു. എന്റെ മെഷർമെന്റ് കുപ്പി തന്നെയാണ്. ഇത് ലോക്ക് ഇടാൻ പറ്റും. ഞാൻ 2 കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെറിയതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. എനിക്ക് ഇച്ചിരി വെള്ളം പക്ഷെ ഒന്നും ആവശ്യമില്ല, കാരണം ദാഹം വരത്തില്ല. ഗൈസ് നെക്സ്റ്റ് നമ്മുടെ പെൻസിലും പേനകളും ആണ്. ഉമ്മി വാപ്പി ഇനിയും പറയില്ലെന്ന് പറഞ്ഞേക്കുവാണ്, കാരണം അത്രയ്ക്ക് ഇഷ്ടംപോലെ. ഇത് കണ്ടോ, പേനകളും ഇതും എല്ലാം കൂടി. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, ഇത് കണ്ടോ, ഈ കവർ ഫുൾ പിന്നെയും പേനകൾ. ഗൈസ് ഇത് നമുക്ക് വർഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി, ഞാൻ ഇനി 9ലോട്ടാണ്. ഞാൻ 5ലോട്ടാണ്. 4 വരെ വേറെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഇവരുടെ സ്കൂളിൽ ഗതികേട് തുടങ്ങി. കൊല്ലിനെ കുരുട്ടണക്കെ പോലെ ഇരിക്കുന്നെങ്കിലും 7ലൊക്കെയാണ്, വിശ്വസിക്കണം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത സംഭവം കാണാം. അടുത്തത് നമ്മുടെ ബ്രേസ്ലെറ്റ് ആണ്. 3 പേർക്കും ഉണ്ട്. അടിപൊളി സംഭവമാണ്. ഇത് എനിക്ക് ഇങ്ങനത്തെ ശരിക്കും
ഇഷ്ടമല്ല. പക്ഷെ ഇതിന്റെ ബീഡ്സ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമല്ല. ഈ വള്ളിയിൽ വലിച്ചാല് മുറുകും, ഇത് ഇതി വലിച്ചാല് ഈ കയ്യിലൊന്നും ഇടുന്നതേ ഇഷ്ടമല്ല ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ഞാൻ ഈ ഒരു വെറൈറ്റി സംഭവം കളിക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ കട്ടറാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഷാർപ്പ്നർ ആദ്യമായിട്ടാണ് കാണുന്നത്. മീൻസ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്, അതായത് ഇവിടെ വല്ലതായിരിക്കുമല്ലോ ഊട്ടാൻ. പക്ഷെ ഇത് കണ്ട് തുറക്കുമ്പം പിന്നെ ഇവിടെ എവിടെയൊക്കെ തുറക്കാൻ പറ്റും. അങ്ങനെയല്ല ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കണം, കിട്ടുന്നില്ല. പിന്നെ ഏതാണ്ട് ഈ താഴെ നമുക്ക് അടുത്ത സംഭവം കളിക്കാം, അല്ലെങ്കിൽ ഇത് ഇന്നൊന്നും കഴിയത്തില്ല. നെക്സ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ ലഞ്ച് ബോക്സ് ആണ്. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ റൗണ്ട് ഒക്കെയാണ് മേടിക്കാറ്. പക്ഷെ ഈ പ്രാവശ്യം ഇച്ചിരി വെറൈറ്റി തുറന്നു വരുന്നില്ല. ഇറങ്ങി വരാൻ ഒരു മടി ഇതിന്. ഇത് നമ്മള് മിന്നുവിന്റെ റൈറ്റിംഗ്സ് ഇല്ലാന്നേ ഉള്ളൂ. ഞങ്ങളുടെ അകത്ത് നമ്മള് തുറക്കുമ്പോ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ചോറൊക്കെ വെക്കാം, ആൻഡ് ഇവിടെ കറി വെക്കാം. സ്പൂണും ചോപ്സ്റ്റിക്കും ഉണ്ട്. സ്പൂൺ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ ഉപയോഗിക്കാം, ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കഴിച്ചത് നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ തോന്നിയിട്ടാണ്. ഞാൻ വർഷമൊക്കെ റൗണ്ട് ഒക്കെയാണ് മേടിച്ചത്. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയ കഴിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണേ. തിരിച്ച് കയറ്റി വെക്കാം. ഇങ്ങോട്ട് കേറുന്നില്ല കഴിച്ച്, ഇറങ്ങാൻ ആക്രിലിക് പെയിന്റ് ആണ്, പെയിന്റ് പെൻ ആണ്. പ്ലക്കാർഡിനൊക്കെ ഭയങ്കര ആവശ്യമാണ്. നമുക്ക് കളർ ആവശ്യമുണ്ട്. ഇതൊരു വെറൈറ്റി ആണ്. ഇതിന്റെ ഈ സ്കെച്ച് മുകളിലോട്ടാകുമ്പോഴത്തേനാണ് ഇങ്ക് വരുന്നത്. ഇംഗ്ലീഷ് അറിയില്ല. അത് ഓയിൽ പേസ്റ്റ് ആണ് ഇത്. വേറെ നമുക്ക് ഇത് പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു ഗുണമുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാം, ഫ്രീ ആയിട്ടൊരു ഫോട്ടോ. അടുത്തത് ഓയിൽ കളേഴ്സ് ആണ്. ഇതും വരുന്നത്. ഇതൊരു ഭയങ്കര ഉപയോഗിച്ചൊക്കെ ഒരു തൊരകായും. ഗൈസിന്റെ അടുത്ത വാട്ടർ കളർ ആണ്. കുറെ ഉണ്ട്, കുറെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഉപയോഗിക്കാൻ തോന്നിയിട്ട് ഇതൊക്കെ സ്കൂള് തുറന്നു കിട്ടിയാൽ മതി ഗൈസ്. ഇത് രണ്ടും പിങ്ക് ആണ്. കുഞ്ഞതായിട്ടുള്ള കാണാനേ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര ക്യൂട്ടാണ് ഗൈസ് ഇതൊക്കെ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇത് നമുക്ക് സ്കൂളിൽ ഇട്ടുണ്ടാവാൻ പറ്റത്തില്ല, കാരണം ഇത് രണ്ട് സൈഡ് കെട്ടുമ്പോഴത്തേന് ഒരുപോലത്തെ, പക്ഷെ റിബണും കൂടി അതിന്റെ മുകളിൽ കെട്ടുമ്പോ ഇത്രയും ഇത് നമുക്ക് വീട്ടിലൊക്കെ കെട്ടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കണ്ടപ്പം പിന്നെ നമ്മള് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇതാണ്ട്. എനിക്ക് ബ്ലാക്ക് ആണ് ഏറ്റവും ഇഷ്ടം. എനിക്കും ബ്ലാക്ക് ആണ്. എനിക്ക് കളർഫുള്ളും ഇഷ്ടം ബ്ലാക്ക് ആണ്. റിബണായിട്ട് വൈറ്റ് റിബണായിട്ട്. പിന്നെ ഗൈസ് ഒരു ക്യൂട്ട് ആയിട്ടുള്ള റായ വേണ്ടിട്ട് എനിക്ക് എനിക്ക് റാ വെക്കുന്നതേ ഇഷ്ടമല്ല. വെക്കുമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല. ഇത്രയും കളറായിട്ട് കാര്യമില്ല. അത് അടിക്കാൻ ബ്രഷ് നമ്മൾ 2 സെറ്റ് ബ്രഷ് അല്ലാതെ 3 കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കത്രിയാണ്. ഇത് ഉപകാരമൊന്നുമില്ല പ്രത്യേകിച്ച്, കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു, മുറിച്ചൊന്നുമില്ല. പിന്നെ ഒരു മിനിച്ചർ നമുക്ക് ടെസ്റ്റ് പേപ്പറിനൊക്കെ നല്ല ആവശ്യമാണ് ഇത് ചെയ്യാൻ. പിന്നെ 4 ഗ്ലൂ ഉണ്ട് പേപ്പർ ഗ്ലൂ. പിന്നെ ഗൈസ് ഞാൻ 4 ക്ലിപ്പ് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഞാൻ നേരത്തെ നല്ല മുറുക്കൊക്കെ. ഞാൻ ഇങ്ങനത്തെ ക്ലിപ്പ് ഒന്നും അവർക്ക് യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടം. നല്ലൊരു ക്ലിപ്പാണ്, നല്ല ഭംഗിയായിട്ടുള്ള. പിന്നെ ഇതാ നമുക്ക് പരിപാടിക്കൊക്കെ പിരികൊക്കെ എഴുതാൻ പറ്റിയ പിന്നെ ഒരു മസ്കാര.
പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ജയാസ് ഉള്ളപ്പോഴൊക്കെ മുസ്കാര ഇട്ടുകൊണ്ട് പോകാറുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ ഇട്ടുകൊണ്ട് പോകാറില്ല. സാധാരണ ഒന്നും ഇടാറില്ല. നല്ല ഭംഗിയാണ്. റീൽസിനൊക്കെ നല്ല ഉപകാരപ്രദമാണ്. ഇത് നമുക്ക് അകത്ത് ഐബ്രോ ഫിൽ ചെയ്യാൻ. അപ്പൊ ഗൈസ് നെക്സ്റ്റ് 2 ഗിൽട്ടർ പെൻ ആണ്. ഇതിന്റെ അകത്തുനിന്ന് 2 എണ്ണം ഞങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തു. എന്താണെന്ന് ഇത് ഗിൽട്ടർ അല്ല, ഗിൽട്ടർ അല്ല, ഇത് ജെല്ലാണ് അല്ലേ? ഞങ്ങൾ എടുത്തു ആണ്. ഇത് ഗിൽട്ടർ ആണ് ആണെന്നാണ് എന്റെ വിശ്വാസമാണ്. അപ്പം ഇതൊന്നും നമുക്ക് നോട്ട്സിനായിട്ടൊന്നും ആവശ്യം പറ്റില്ല, പക്ഷെ പോസ്റ്റർ പ്ലക്കാർഡ് അതൊക്കെ ഇത് നല്ല ആവശ്യമാണ്. ജെൽപ്പെന് ഞാൻ ബുക്കിൽ ജെൽപ്പെൻ ഒന്നും എഴുതാറില്ല ഗൈസ്. ഞാൻ ഈ പേന ഒന്നും ഇട്ട് ബുക്കിൽ എഴുതത്തില്ല. എനിക്ക് ഓൺലി ടോട്ടമിന്റെ ബ്ലൂ ഇങ്ക്, അതാണ് ഗൈസ് എന്റെ ഫേവറേറ്റ്. ഞാൻ ഏത് പേന അപ്പൊ നമ്മുടെ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ഫുൾ ചവളയായി പോയി. ഞങ്ങളുടെ അടുത്തുനിന്ന് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഫൈനലൊക്കെ മേടിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ വർഷം അടിപൊളിയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു സംഭവം, ഒരു പ്രധാനപ്പെട്ട സംഭവം, 1K ആകാൻ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാര്യമുള്ളേ. ഗീവ് അവേ തരും, അത് ഉറപ്പായിട്ടും തന്നിരിക്കും. പക്ഷെ സബ്സ്ക്രൈബ്, നിങ്ങളുടെ സപ്പോർട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് 1K ആയാൽ നമ്മൾ ഉറപ്പായിട്ടും ഗീവ് അവേ കൊടുക്കും. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മാന്നാർ ഗേൾസ് വ്ലോഗ്സിന്റെ ഓൾ ദി ബെസ്റ്റ്.